ഇപ്പൊ ഞാൻ ടേം 2 ആണ് ടേം 1 ആണ് എടുത്തിരിക്കുന്നത്. ടേം 1ത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. എക്സാം പേപ്പറാണ്. നോക്കിക്കോ, ആദ്യം തന്നെ ഉള്ളത് ഇതിന്റെയാണ്. അങ്ങനെയല്ല കണ്ണാ, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മാർക്കുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ 50-ൽ 48 GK-ൽ. ഇനി അടുത്തതിൽ നോക്കാം നമുക്ക്. അടുത്തതിൽ ഇതാ ഇവിടെ ഇതേതാ ലിറ്റററി സ്കിൽസ്. അപ്പം ഇങ്ങനെ ലെറ്റേഴ്സ് ഒക്കെ എത്ര മാർക്ക് നോക്കട്ടെ? 33 മാർക്ക് 50-ൽ കേട്ടോ. അപ്പം നന്നായി കുറഞ്ഞിട്ടുണ്ട് അത് അല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഭയങ്കര കുറവാണെന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതാ ഇവിടെ 50-ൽ 50. അപ്പം മാത്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് മാളുവിന് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നോക്കട്ടെ. അടുത്തത് ഇത് മലയാളത്തിൽ അതുപോലെ ഫുള്ള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടേം 1ന്റെ മാർക്ക് ലിസ്റ്റ്. ഇനി ടേം 2ന്റെ നോക്കാം. ടേം 2-ൽ ടേം 2-ൽ ഇംഗ്ലീഷിന് ഫുൾ മാർക്കുണ്ട്. പിന്നെന്താണ് GK-ക്ക് ഫുൾ മാർക്കുണ്ട്. അപ്പം മലയാളത്തിന് ഓക്കെ ഇതാണ് നമ്മുടെ സാധനങ്ങൾ. ഉണ്ട്. ഹിന്ദിയിൽ ഫുൾ മാർക്ക് അല്ലേ? ഹിന്ദിയിൽ ഫുൾ മാർക്ക്. ഒരു മിനിറ്റ് വേണു. മാത്സിൽ ഫുൾ മാർക്ക്. അപ്പം ടേം 1-ൽ മാർക്കുകൾ കുറവായിരുന്നു. അത്യാവശ്യം നല്ല മാർക്ക്, നല്ലതായിട്ട് മാർക്കുള്ളത്. അപ്പോൾ എന്താണ് ആ പഠനത്തിൻ്റെ രീതിയിൽ മനസ്സിലാക്കാനുള്ളത്? ഇപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയതല്ലേ? LKG-ലാണ് ഞാനല്ലേ പഠിക്കണേ? LKG ആയിരുന്നു അല്ലേ? ഇപ്പോഴും ആണ്. അവിടെ ക്ലാസ്സിൽ ഇപ്പോഴാണ് നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അവിടെ കളറിംഗ് ക്ലാസ് കൊണ്ട് നല്ലതായിട്ട് അവിടെ വേറെ എൻ്റെ ക്ലാസ്സും ഉണ്ട്. അതിൽ 2 ക്ലാസ് ഉണ്ട്. അതിൽ 2 ക്ലാസ്സിൽ വേണമെങ്കിൽ പോവാ. അല്ല മാളു, കഥ നമ്മൾ മാറിപ്പോയി. അതായത് LKG-ൽ ഫസ്റ്റത്തെ ടേം 1-ൽ അത്ര നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം കോൺസെൻട്രേഷനും സ്കൂളിൽ ആദ്യമായിട്ട് പോയതാണ്. അപ്പോൾ ഒരു എങ്ങനെ പഠിക്കണം, എങ്ങനെ എന്ത് തലയ്ക്കറ്റണം. അതെ. ഇപ്പൊ ടേം 2-ൽ ആദ്യം പോയപ്പോ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ പോകുമ്പോ എനിക്ക് എല്ലാം അറിഞ്ഞു വേണ്ടത് കേട്ടോ. അപ്പൊ ഇപ്പൊ കുട്ടി എല്ലാം പഠിക്കാൻ തുടങ്ങി. നല്ല വൃത്തിയായിട്ട് ഇപ്പൊ ടീച്ചർ പറയുന്നതൊക്കെ കേൾക്കാൻ തുടങ്ങി. ഭയങ്കര കോൺസെൻട്രേഷൻ ഒക്കെ കൂടെ ക്ലാസ്സിലിരിക്കാൻ തുടങ്ങി. എന്റെ അമ്മ ബാക്കിൽ ഇരുത്തിട്ട് പോവാ. സാരമില്ല. എന്ത് ബാക്കിലിരുത്തി? വണ്ടിയുടെ ബാക്കില്. ശരി, അത് കഥ വേറെ. സ്കൂളിൽ പോകുമ്പോ നന്നായിട്ട്. ശരി, എല്ലായിടത്തും ബായ് പറയും. ഞാൻ ടേം 2-ൽ നന്നായി പഠിക്കുന്നത്. ഇനി ടേം 3-ൽ ഫുൾ മാർക്ക് വാങ്ങും പറയും. ഓക്കെ, ബൈ. നിങ്ങളെല്ലാവരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ചാച്ചാ, നാളെ കാണാം കേട്ടോ കൂട്ടുകാരെ.